നമസ്തേ. ഈ വീഡിയോ നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം തൻ്റെ മിഥുന രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് മാറുകയാണ്. വ്യാഴത്തെക്കുറിച്ച് പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവാം ഒരുപക്ഷെ. വ്യാഴമാറ്റം എന്ന് പറയുന്നത് സംരക്ഷക ഗ്രഹമാണ് വ്യാഴം. അത് തൻ്റെ 12 വർഷത്തിലൊരിക്കൽ ഉച്ചരാശിയിലേക്ക് വരുന്നൊരു കാലം. ഏറ്റവും നല്ല വ്യാഴം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം സംരക്ഷകനാണ്, സൃഷ്ടി സ്ഥിതി സംഹാരകനിലെ സ്ഥിതിയുടെ കാരകനാണ്, വൈഷ്ണവനാണ്, ഭഗവാൻ സംരക്ഷകനാണ്, രക്ഷാകാരകനാണ്, വിഷ്ണുവിൻ്റെ തൽസ്വരൂപമാണ്. അങ്ങനെ ബൃഹസ്പതി ഒരുപാട് ഗുണങ്ങൾ തരുന്ന, സമ്പത്ത് തരുന്ന, കുടുംബ ഐശ്വര്യം തരുന്ന, വിദ്യ തരുന്ന, ജ്ഞാനം തരുന്ന എല്ലാം ഗുണങ്ങളെ നമുക്ക് സംരക്ഷകനായി പ്രധാനമായും നമ്മുടെ നവഗ്രഹങ്ങളിലെ പ്രധാനിയായിട്ടുള്ള ഈശ്വരാധീനത്തിൻ്റെ കാരകനായിട്ടുള്ള, ഈശ്വര സംരക്ഷണത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴമാണ് ഉച്ചരാശിയിലേക്ക് വരുന്നത്. ഈ വ്യാഴം ഉച്ചരാശിയിലേക്ക് വരുന്ന ജൂൺ 2-ന് ശേഷമുള്ള സമയത്ത് 12 രാശികൾക്കും 27 നക്ഷത്രങ്ങൾക്കും വരുന്ന നല്ല ശുഭകാര്യങ്ങളും ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും വ്യാഴത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സന്താനകാരകനായ, ധനകാരകനായ, സംരക്ഷണകാരകനായ, ജ്ഞാനകാരകനായ, ആത്മീയകാരകനായ, എല്ലാത്തിൻ്റെയും കാരകനായ, പല ശുഭഗുണകാരങ്ങളുടെയും കാരകനായ ഗുരുവാണ്. സംരക്ഷണ ഗ്രഹമാണ്. സൗരയൂഥത്തിൻ്റെ സംരക്ഷകനും ഗുരു തന്നെയാണ്. ഏറ്റവും വലിയ ഗ്രഹമാണ്. ഏറ്റവും അടുത്ത് ഉച്ചരാശിയിലെ ഏറ്റവും ശക്തനായ സ്ഥിതിയിലാണ് ഗുരു വരാൻ പോകുന്നത്. ഓരോ രാശികൾക്കും, ഓരോ രാശിയിലുള്ള അല്ലെങ്കിൽ ഒരു 12 രാശികളാണെന്നറിയാം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളാണെന്ന് നമുക്കറിയാം. അതിൽ ഓരോ രാശിയിലും 2.25 നക്ഷത്രങ്ങൾ വീതമാണ് ഒരു രാശി. അതിൽ പലപ്പോഴും ഈ കാലെന്ന് പറയുമ്പോൾ മുറി നക്ഷത്രങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ രാശിയും അതിൽ വരുന്ന നക്ഷത്രങ്ങളും പറഞ്ഞ് അതിൻ്റെ ഫലവും പറഞ്ഞാണ് നമ്മൾ വീഡിയോ പോകുന്നത്. ആദ്യം നമുക്ക് മേടം രാശിയുടെ ഫലമാണ്. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഈ 3 നക്ഷത്രങ്ങളുടെ ഫലമാണ് ആദ്യം. മേടം രാശിക്കാർക്ക് ഗുരു ഉച്ചരാശിയാണ്, 4-ാം ഭാവത്തിലാണ്. രാശിയുടെ 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമാണ്. 4-ാം ഭാവത്തിൽ ഉച്ചം ചെയ്യുകയാണ്. 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് മേടരാശിക്കാർക്ക് 12-ൽ ശനി നിൽക്കുന്ന ദുരിതകാലമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വർദ്ധിച്ച ചെലവും പലതരത്തിലെ എക്സ്പെൻസീവ്, അതായത് ദുഷിച്ച ചിലവുകൾ, നല്ല ചിലവുകളായിക്കൊള്ളണം ഇല്ല, അങ്ങനെ നടക്കുന്നൊരു സമയമാണ്. വ്യാഴം ഉച്ചത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും 4-ാം ഭാവത്തിലേക്ക് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന വ്യാഴം വൃശ്ചികത്തിലേക്കും മകരത്തിലേക്കും മീനത്തിലേക്കും ദൃഷ്ടി ചെയ്യും. വൃശ്ചികം 8-ാം ഭാവമാണ് മേടം രാശിയുടെ, മകരം 10-ാം ഭാവമാണ്, മീനം എന്ന് പറയുന്നത് 12-ാം ഭാവമാണ്. അത് ഈ 4 ഭാവങ്ങളെ ശുഭപ്പെടുത്തിക്കൊണ്ടാണ് ഗുരു സ്ഥിതി ചെയ്യുക. 4-ാം ഭാവത്തിൻ്റെ ഗുണങ്ങളെല്ലാം മേടരാശിക്കാർക്ക്, അശ്വതി, ഭരണി നക്ഷത്ര, കാർത്തിക നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിൻ്റെ വണ്ടി, വീട്, വാഹനം, മാതൃസൗഖ്യം, മാതാവിന് സുഖം, ഇരിക്കുന്ന സ്ഥലത്ത് സുഖം, ഇരിക്കുന്ന സ്ഥലത്ത് ഐശ്വര്യം, വീടിന് ഐശ്വര്യം, വീടിന് ചെറിയ പണികളും മറ്റു കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുക. അതെല്ലാം മേടരാശിക്കാർക്ക് നടക്കും. കാര്യം മേടരാശിക്കാർക്ക് ശുഭപരമായിട്ടുള്ള ചിലവുകൾ വരേണ്ട സമയം തന്നെയാണ്. ശനി 12-ലാണെങ്കിലും ഗുരു ദൃഷ്ടി ശനിയെ നോക്കുന്നതുകൊണ്ട് 7-ര ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് ഒരു നല്ല മുക്തി ഉണ്ടാവും. വ്യാഴത്തിൻ്റെ ദുഷിച്ച ചിലവുകളിൽ നിന്ന് നല്ല ചിലവുകളിലേക്ക് മാറും. വീട് പണി നടക്കാം, മാതാവിന് അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാം, മാതൃസൗഖ്യം ഉണ്ടാവാം, ശുഭകരമായ കാര്യങ്ങളെല്ലാം വീടുകളിൽ നടക്കാം. ഈ കാര്യങ്ങളെല്ലാം മേടരാശിക്കാർക്ക് നടക്കും 4-ൽ നിൽക്കുന്ന ഗുരുവിനെ കൊണ്ട്. വണ്ടി, വീട്, വാഹനം, വിദ്യാഭ്യാസം, വിദ്യ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മേടരാശിക്കാർക്ക് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം. ജൂണിന് ശേഷം ഉണ്ടാകുന്ന വ്യാഴമാറ്റം നല്ല റിസൾട്ട് ഉണ്ടാക്കിത്തരും വിദ്യ കൊണ്ട്. അതേപോലെ തന്നെ 8-ലേക്ക് നോക്കുന്ന അഷ്ടമത്തിൻ്റെ കേസുകളോ വഴക്കുകളോ കുടുംബകലഹങ്ങളോ, കുടുംബം പിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള
കേസ് വഴക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് വളരെ ഒത്തുതീർപ്പായി, അല്ലെങ്കിൽ പിരിയുകയാണെങ്കിൽ പിരിഞ്ഞ് വലിയൊരു മാറ്റം ഉണ്ടായി. അഷ്ടമഭാവത്തിൻ്റെ ദോഷഫലങ്ങൾ, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, കാര്യങ്ങളെല്ലാം മേടം രാശിക്കാർക്ക്, അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് നടക്കും. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുള്ളവർ, ജോലി സംബന്ധമായ തടസ്സങ്ങളുള്ളവർക്ക് ജോലി തടസ്സങ്ങളിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവും. ജോലികൾ കിട്ടാനുള്ള സമയമാണ്. ജോലികളിൽ കിട്ടി നമുക്ക് വരുമാനത്തിലേക്ക് മാറാനുള്ള ഒരു സമയമാണ്. നല്ലൊരു അവസ്ഥയിലേക്ക് ജോലി സംബന്ധമായ ഉയർച്ച, ജോലിയിൽ പ്രൊമോഷൻ ഉള്ളവർക്ക് പ്രൊമോഷൻ കിട്ടാതിരുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുക, ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറ്റം ഉണ്ടാവുക, ഇതെല്ലാം മേടരാശിക്കാർക്ക് വരും. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവർ, പ്രത്യേകിച്ചും കേതുദശ, രാഹുദശ, 12ാം ഭാവാധിപൻ്റെ ദശ, ഇതെല്ലാം ഇങ്ങനെയുള്ള ദശകളും കൂടി ചേർത്താണ് ഗോചരഫലം. എന്നാലും പൊതുഫലത്തിൽ പറയുമ്പോൾ മീനത്തിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ, പൊതുവെ 7 ശനി സമയത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ള, പ്രത്യേകിച്ചും കേതുദശ, രാഹുദശ, 12ാം ഭാവത്തിന് ശുഭത്വമുള്ള, 12ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളല്ല ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്, ജോലി വിദേശം പോകാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വിദേശം പോകാൻ പറ്റുന്നൊരു സമയമാണ് വ്യാഴമാറ്റത്തോട് അനുഭവിക്കാൻ പോകുന്നത്. പൊതുവെ മേട രാശിക്കാർക്ക്, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ദുരിതഫലങ്ങളിൽ നിന്നുള്ളൊരു മുക്തി, ദുരിതഫലങ്ങളിൽ നിന്നുള്ളൊരു മോക്ഷം, ദശ, അതായത് അവർക്ക് രാശി മാത്രമല്ല ദശകൾ 6, 8, 12 അല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ പാപദശകളല്ലാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മാറ്റം, ശുഭപരമായ മാറ്റം, അല്ലെങ്കിൽ ജോലിയിലുള്ള ഉയർച്ച, വിദേശ രാജ്യങ്ങളിലേക്കുള്ളത്, അതുപോലെ വണ്ടി, വീട്, വാഹനം, സന്താനം, മാതാവിൻ്റെ ദോഷങ്ങൾ, വീട് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടത്താൻ പറ്റുക, വീട് പണി, അതുപോലെ വിദേശയാത്ര, സന്താനങ്ങളുടെ വിവാഹം, ഇതെല്ലാം നടത്താൻ പറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല സമയമാണ് മേടം രാശിക്കാർക്ക്. വ്യാഴത്തിന് പൊതുവെ വിഷ്ണുവാണ്. വ്യാഴത്തിൻ്റെ ദോഷമുള്ളവർ പൊതുവെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ മനസ്സിന് വേണ്ടി ജ്യോതിഷപരമായ മുക്തിയല്ലാതെ മാനസികമായ മുക്തിക്ക് വേണ്ടി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമാണ്. വ്യാഴദോഷം അല്ലെങ്കിൽ വ്യാഴം 6, 8, 12 വരുന്നവർക്കൊക്കെ അതടുത്ത വരുന്നതിൽ നമുക്ക് നോക്കാം. പൊതുവെ വ്യാഴത്തിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ദൈവഹിതം, മനസ്സിന് അധർമ്മമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. അധർമ്മങ്ങൾ, മനസ്സിന് അധർമ്മമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യും. പൂർണ്ണമായ സത്പ്രവൃത്തികളിലൂടെ നമുക്ക് വ്യാഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇടവരാശി, ഇടവരാശിക്കാർക്ക് 2 നിന്നിരുന്ന ഗുരു 3 കർക്കിടകത്തിലേക്ക് 3ാം ഭാവത്തിലേക്ക് മാറും. 3 നിൽക്കുന്ന ഗുരു 3ലും ദൃഷ്ടി 7ലേക്കും 9ലേക്കും 11ലേക്കും. 3ാം ഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം ധൈര്യം, വീര്യം, വിക്രമം, സഹോദര ഗുണം, ഇതെല്ലാം കൂടിയൊരു ഭാവമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3ൽ വരുന്ന ഗുരു മറവ് സ്ഥാനം എന്ന് പറയണം. 3ലെ ഗുരു അത്ര തെളിഞ്ഞ ഗുണം ജീവിച്ച ഇല്ല. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് അത്യാവശ്യം സാഹസം, ധൈര്യം, വീര്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സഹോദര ഗുണങ്ങളും സഹോദരങ്ങൾക്ക് ഗുണമുണ്ടാവും. സഹോദരങ്ങളെ കൊണ്ട് നമുക്കും ഗുണമുണ്ടാവും. നമ്മുടെ ജാതകത്തിനനുസരിച്ചാണ്. സഹോദരങ്ങളെ കൊണ്ട് നമുക്കും ഉണ്ടാവും, നമ്മളെ കൊണ്ട് സഹോദരങ്ങൾക്കും, ഇളയ സഹോദരങ്ങൾക്കും ഗുണമുണ്ടാവുന്ന ഒരു കാലമാണ് ഗുരുമാറ്റം കൊണ്ട് ഇടവരാശിക്കാർക്ക്. ഇടവരാശി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർത്തിക, മുക്കാല്, രോഹിണി, മകീരി, മര എന്ന് പറയുന്ന 3 നക്ഷത്രമാണ്. അപ്പോൾ അവർക്ക് 3ൽ നിൽക്കുന്ന ഗുരു 3ൽ നിന്ന് 7ലേക്കും 9ലേക്കും 11ലേക്കും നോക്കും. നിൽക്കുന്ന ഭാവത്തിനേക്കാൾ നോക്കുന്ന ഭാവങ്ങൾക്കാണ് ഗുരുവിൻ്റെ ഫലം കൂടുക എന്ന് പറയാം. നിൽക്കുന്ന ഭാവത്തിനേക്കാൾ നോക്കുന്ന ഭാവങ്ങൾക്കാണ് ഫലമർദ്ധനവ് എന്ന് പറയാം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും 3ലെ മറവ് സ്ഥാനമായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും 7ലേക്കും 9ലേക്കും 11ലേക്കും നോക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സഹോദര ഗുണം, ധൈര്യം, വീര്യം, വിക്രമങ്ങളും കാര്യങ്ങളും, ചെറിയ പുതിയ കാര്യങ്ങൾ മുൻതുടങ്ങാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവർക്കൊക്കെ അത് തുടങ്ങാനൊരു തോന്നൽ, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളൊക്കെ ആരംഭിക്കാനൊക്കെ പറ്റും വ്യാഴമാറ്റം കൊണ്ട്. അത് 7ലേക്കുള്ള ദൃഷ്ടി കൊണ്ട്
ഇടവത്തിൻ്റെ 7ലേക്ക് വ്യാഴം നോക്കുന്നതുകൊണ്ട് നമ്മൾ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയാവാം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാവാം, പുതിയൊരു ഓഫീസിന് തുടങ്ങുന്നതിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാവാം, സ്ഥലം വാങ്ങിക്കുന്നതിനാവാം, വണ്ടി വാങ്ങിക്കുന്നതിന് ആളുകളുമായി നമ്മൾ ചെന്ന് സംസർഗം ചെയ്യുന്നതിൽ വിജയങ്ങളുണ്ടാവും എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതുപോലെ നമ്മുടെ ദാമ്പത്യ ഐക്യങ്ങൾക്ക് വർധനവുണ്ടാവും. ദമ്പതികളുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ നോർമലായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. നല്ല രീതിയിലുള്ള ഐക്യമുണ്ടാവും. നമുക്ക് നല്ല പാർട്ട്ണർമാരെ കിട്ടും. അല്ലെങ്കിൽ പാർട്ട്ണർമാരുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർന്ന് നല്ല ഒരു സ്വഭാവ അല്ലെങ്കിൽ അഭിപ്രായ ഐക്യത്തോടു കൂടി മുൻനിന്ന് ചെയ്യാനും പറ്റും. അതാണ് ഇടവരാശിക്കാർക്ക് ഗുരു തരുന്ന ഫലം. അതേപോലെ തന്നെ 9ാം ഭാവം പിതൃസ്വത്തിന് വേണ്ടിയുള്ള വഴക്കോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ നടന്നവർക്ക് പിതൃസ്വത്ത് കിട്ടാനുള്ള ഒരവസ്ഥ, പിതൃസ്വത്ത് നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയവർക്ക് ദശാനാഥനും അനുകൂലമാണെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും പിതാവിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഭാഗ്യവർദ്ധനവിനും നമ്മുടെ തീർത്ഥക്ഷേത്രങ്ങൾ ദർശനം നടത്താനൊക്കെ യോഗം വരുന്ന സമയമാണ് ഈ വരുന്ന വ്യാഴമാറ്റം കൊണ്ട് അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ 11ലേക്ക് നോക്കുന്ന വ്യാഴം ലാഭവർദ്ധനവ് കൊടുക്കും എന്നുള്ളതാണ്, വിവാഹം കൊടുക്കും എന്നുള്ളതാണ്. വ്യാഴമാറ്റം കൊണ്ട് വിവാഹം മുടങ്ങിക്കിടന്നവർക്കൊക്കെ ഇടവരാശിക്കാർക്ക് വിവാഹം നടക്കാൻ പറ്റിയ സമയമാണ്. കാര്യം 3 ഗുരു 7നും 11ലും 3ലും നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പൂർണ്ണമായ രീതിയിൽ വിവാഹം മുടങ്ങി നിൽക്കുക, വിവാഹം നടക്കാതിരിക്കുക, വിവാഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നടക്കേണ്ട സമയമാണ് ഈ വരുന്ന വ്യാഴമാറ്റം. ലാഭങ്ങൾ, ബിസിനസ് നടത്തുന്നവർക്ക് ലാഭവർദ്ധനവ്, വഴക്കുകൾ കേസുകളിൽ നിന്നുള്ള വിജയങ്ങൾ, യാത്രകളുടെ വിജയം, അങ്ങനെ ഒരുപാട് വിജയങ്ങളും ലാഭങ്ങളും ഗുണഫലങ്ങളും അനുഭവിക്കാൻ ചെറിയ രീതിയിൽ രാശിക്കാർക്ക് ഗുണമുണ്ട്. സ്വന്തം എന്നതിനേക്കാൾ കൂടുതൽ സഹോദര ഗുണവും കൂടി നിൽക്കുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റത്തിലൂടെ നമുക്ക് വരാൻ പോകുന്നതാണ്. വ്യാഴം പൊതുവെ ഉച്ചത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വ്യാഴമാറ്റം നല്ല രീതിയിലുള്ള ഫലമാണ് തരിക. വല്ല അനുകൂല ഫലങ്ങളാണെങ്കിലും ദോഷഫലമാണെങ്കിലും വളരെ ഉയർന്ന രീതിയിൽ തരുന്ന വ്യാഴമാറ്റം തന്നെയാണ്. അടുത്തതായി വ്യാഴമാറ്റം മിഥുന രാശിക്കാരുടെ ഫലങ്ങളാണ്. മിഥുന രാശി എന്ന് പറയുന്നത് മകയിര്യം അവസാന പാദം, മകയിര്യം തിരുവാതിര പുണർദം മുക്കാല് എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങളാണ്. മകയിരത്തര തിരുവാതിര പുണർദം മുക്കാല് എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങളുടെയാണ് അടുത്ത മിഥുനരാശി. മിഥുനരാശിയിൽ സ്വന്തം രാശിയിൽ നിന്നും ഗുരു ഉച്ചരാശിയിലേക്ക് 2ാം രാശിയായ ഉച്ചരാശിയിലേക്ക് മാറുകയാണ്. പൊതുവെ 2ാം രാശിയിലേക്കുള്ള മാറ്റം ആണ് ധനപരമായ ഗുണങ്ങളും കുടുംബപരമായ ഗുണങ്ങളും വാക്കിലുണ്ടാവുന്ന ഗുണങ്ങളെല്ലാം സംഭവിക്കും. പൊതുവെ 2ൽ നിൽക്കുന്ന ഗുരു കൊടുക്കുന്ന വക്കീലന്മാർക്ക് വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വാക്കുകൊണ്ട് ജീവിക്കുന്ന, പ്രസംഗകല കൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഗുണപരമായ ഒരു സമയമാണ് എന്നുള്ളതാണ്. അധ്യാപകർക്ക് ഗുണപരമായ സമയമാണ്. കുടുംബത്ത് ധനം വന്നു ചേരുന്ന സമയമാണ്. വാക്കുകൾ പാലിക്കാൻ പറ്റാതെ പ്രലോഭനങ്ങളും അല്ലായിട്ട് നിന്നിരുന്ന വാക്കുകളൊക്കെ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വാചകങ്ങൾ കൊണ്ട് നേടാവുന്ന ഒരുപാട് കാര്യങ്ങൾ മിഥുന രാശിക്കാർക്ക് നേടാൻ പറ്റിയ ഒരു സമയമാണ്. അത് വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്ക് നല്ല രീതിയിൽ വാക്ക്, ധനം, കുടുംബം ഇതിനൊക്കെ വളരെയധികം ഗുണം വരും. അതേപോലെ തന്നെ 2 അതുപോലെ നിന്നിട്ട് 2ൽ നിന്നും അതുപോലെ വൃശ്ചികത്തിലേക്കും മകരത്തിലേക്കും മീനത്തിലേക്കുമാണ് ദൃഷ്ടി. അപ്പോൾ മിഥുന രാശിക്കാർക്ക് വൃശ്ചികം എന്ന് പറയുന്ന 6ാം സ്ഥാനമാണ്. അപ്പോൾ 6ാം സ്ഥാനത്ത് ശത്രുക്കളുടെ വിജയം, ശത്രുക്കളുടെ മേൽ നമുക്ക് വിജയം, ശത്രുക്കളുടെ വിജയമല്ല, ശത്രുക്കളുടെ മേൽ നമുക്ക് വിജയം വരിക്കാൻ പറ്റുക, ശത്രുക്കളെ ഇല്ലാതാക്കുക, രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, രോഗങ്ങൾ ഇല്ലാതെയാക്കുക. അതായത് നല്ല ഡോക്ടറെ, ചില അസുഖങ്ങൾക്ക് നമുക്ക് നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യാഴമാറ്റത്തിന് ശേഷം നല്ലൊരു ഡോക്ടറെ കണ്ടുമുട്ടാനും നമ്മുടെ രോഗം ക്യൂറാവാനൊക്കെ പറ്റിയ ഒരു സമയമാണ്. രോഗങ്ങൾ, ദുരിതങ്ങൾ, കടം, ഇതുവരെ കടത്തിൽ നമുക്ക് കടം ഉണ്ടായിരുന്നു, നമുക്കത് കൊടുക്കാൻ പറ്റാതെ തല താഴ്ത്തി നടക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ജൂണിന് ശേഷം നമുക്ക് ദശാനുകൂല്യം കൂടി അനുസരിച്ചാണ്, ദശയ്ക്ക് അനുകൂലം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കടമൊക്കെ തീർന്ന് എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും, ശത്രുക്കളിൽ നിന്നുള്ള വിജയങ്ങളും, ശത്രുക്കൾ ഇല്ലായ്മ ചെയ്യും, ശത്രുക്കൾ ഉണ്ടാവാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ
വ്യാഴം മകരത്തിലേക്ക് അഷ്ടമത്തിലേക്കുള്ള ദൃഷ്ടി. അഷ്ടമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസുഖവും അതുപോലെ സ്ഥിരമായ ദോഷങ്ങളും അതുപോലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഷ്ടമഭാവം കൊണ്ട് പറയുക. അതുപോലെ വീട്ടിലേക്കുള്ള നിരന്തര വസ്തുക്കൾ, നിരന്തരമായ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഇതിലെല്ലാം ഗുണം ചെയ്യും. അതുപോലെ അസുഖങ്ങളിൽ നിന്ന് ഒരുപാട് അസുഖങ്ങളൊന്നും വരാതിരിക്കുക, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ദമ്പതികൾ തമ്മിലുള്ള ഡിവോഴ്സ് പോലുള്ള കേസ് വഴക്ക് കാര്യങ്ങളൊക്കെ തീർന്ന് അതെല്ലാം ഒത്തുചേരും. ഇതെല്ലാം അഷ്ടമം കൊണ്ട് ആരോഗ്യപരമായി ഉള്ള ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ്. 10ാം ഭാവത്തിലേക്ക് മിഥുനത്തിന് 10ൽ ശനി നിന്ന് നല്ല തടസ്സമുള്ള ഒരു സമയമാണ്. പക്ഷേ ആ ശനിയെ ഗുരു നോക്കും. കർക്കിടകത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി 10ലേക്ക് വരുന്നതോടുകൂടി ആ ദോഷങ്ങളെല്ലാം തീർന്ന് ജോലി സംബന്ധമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കിട്ടായിക്കും. ഇപ്പം നമുക്കറിയാം, വിദേശത്തിരിക്കുന്ന പല നാടുകളിലും ജോലികൾക്ക് വളരെയധികം തടസ്സം അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. കാര്യം ജോലികൾ കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും യോഗദശകൾ, അവയോഗ ദശകളാണെങ്കിൽ 6, 8, 12 ഭാവാധിപൻ്റെ ദശകളാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടില്ല. എന്നാലും ചെറിയ യോഗഫലങ്ങൾ, കാര്യം ഗോചരഫലം ഒരു ചെറിയ ശതമാനം സംഭവിക്കും എന്നുള്ളതാണ്. 40% ഗോചരഫലം അനുഭവിക്കും. 40% ബാക്കി 120ലേക്ക് 120% ആണെങ്കിൽ 80% മറ്റു രണ്ടും കൂടി ചേരണം. എന്നാലും ഒരു 40%ത്തിൻ്റെ ഫലം. മറ്റു രണ്ടും കൂടി അനുകൂലമുള്ളതൊക്കെ പെട്ടെന്ന്, അതായത് ഗ്രഹനിലയും ദശകളും അനുകൂലമാണെങ്കിൽ ഗോചരഫലം അനുകൂലമാകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരും. അല്ലാത്തവർക്ക് അതിൻ്റെ ചെറിയ റിസൾട്ട് എന്തായാലും സംഭവിക്കും. അപ്പോൾ ചെറിയ ജോലികളെങ്കിലും വരുമാന വർധന, ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തും. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും. ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിനൊക്കെ മാറ്റങ്ങളുണ്ടാവും. ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും. ഇതിന് രാശിക്കാർക്ക് 10ലേക്ക് ഗുരു വരുന്നത്. അതേപോലെ തന്നെ അത്യാധ്വാനം ചെയ്തിരുന്നവർക്ക് അധ്വാനഭാരം കുറയും. കാര്യം ശനി അത്യാധ്വാനം ചെയ്യുന്ന ഗ്രഹമാണ്. 10ൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ മടി പിടിക്കും, അല്ലെങ്കിൽ അത്യാധ്വാനം ഉണ്ടാക്കും. ഇത് രണ്ടിലും ഗുരുവിൻ്റെതോടുകൂടി ന്യൂട്രലാക്കും. മധ്യസ്ഥൻ വഹിച്ച് ഗുരുവിൻ്റെ ശുഭത്വം വരുന്നതോടുകൂടി ശനി ശുഭനാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആത്മീയത വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ്. പലർക്കും ആത്മീയ കാര്യങ്ങൾ 10ാം ഭാവത്തിന് 9ാം ഭാവം 10ാം ഭാവമൊക്കെ ആത്മീയമായി ബന്ധപ്പെട്ട ഒരു ക്രിയയാണ്. അതുപോലെ മീനം രാശി, ധനുരാശിയൊക്കെ ആത്മീയ രാശി കൂടിയാണ്. അപ്പോൾ അവിടേക്ക് ശനിയുടെ സ്ഥിതിയും ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുമ്പോൾ ആത്മീയ വർധനവുണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. പലരും ഭക്തിയിലേക്കും ജ്യോതിഷം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലമാണ്. ജ്യോതിഷവും ഭക്തിയൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. കാര്യം അതിന് കാരണം ഗുരുവിൻ്റെ ദൃഷ്ടിയാണ്. ഗുരു, ശനി, കേതുവാണ് ആത്മീയ ഗ്രഹങ്ങൾ. അപ്പോൾ ഗുരു ശനിയെ, ഉച്ചഗുരു ശനിയെ നോക്കുമ്പോൾ, ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനിയെ നോക്കുമ്പോൾ ആത്മീയ വർധനവും മിഥുനരാശിക്കാർ പൊതുവെ എല്ലാവരിലും ഇത് സംഭവിക്കാം. പക്ഷേ മിഥുനരാശിക്കാർക്ക് 10ലായതുകൊണ്ട് ജീവനമാർഗത്തോട് ചേർന്ന് ഭക്തി ചേർക്കുക, പ്രാർത്ഥനയോടുകൂടി ജോലി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. എന്തായാലും പൊതുവെ മിഥുനരാശിക്കാർക്ക് 2ലെ ഗുരു അനുകൂല സ്ഥിതി തന്നെയാണ്. വലിയ ഇല്ലാത്ത, അതായത് 2ൽ നിന്ന് 6, 8 അതുപോലെ 10 ഭാവങ്ങളെ ശുഭത്വപ്പെടുത്തി ജീവനം മറ്റ് ശത്രു കേസ് വഴക്കുകളിൽ നിന്നൊക്കെ മാറ്റം വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അനുകൂലമാക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റം മിഥുനരാശി. അടുത്തതായി കർക്കിടക രാശിക്കാർക്ക് പുണർദക്കാല അവസാന പാദം, പൂയം, ആയില്യം എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ വരിക. കർക്കിടക രാശിക്കാരുടെ വ്യാഴമാറ്റം രാശിയിലേക്ക് തന്നെ വ്യാഴം 12ലെ വ്യാഴം രാശിയിലേക്ക് വരികയാണ്. 12ൽ വിദേശം പോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ വ്യാഴം രാശിയിലേക്ക് വരികയാണ്. ഉച്ചരാശിയിലേക്ക് വ്യാഴം വരികയാണ്. വ്യാഴം രാശിയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശുഭഫലങ്ങൾ തന്നെയാണ് വരേണ്ടത്. ശുഭഫലങ്ങൾ തന്നെയാണ് തരാൻ പോകുന്നതും ശുഭഫലങ്ങൾ തന്നെയായിരിക്കും വരിക. പക്ഷേ ഒരു ചെറിയ പ്രഷർ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതലായിട്ട്. ഇപ്പം നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ, ഇപ്പം അച്ഛനും അമ്മയൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ ഈ കർക്കിടക രാശിക്കാർക്ക് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രഷർ കൂടെ വരും. അതാണ് കർക്കിടക രാശിക്കുള്ള ഒരു പൊതുവെ ഉണ്ടാകുന്ന സംഭവം. അതായത് വിജയിക്കാൻ പറ്റും പല കാര്യങ്ങളും, പക്ഷെ വിജയിക്കുന്നതിനൊപ്പം പ്രഷർ വരുമ്പോൾ നമുക്കൊരു ചെറിയ സമ്മർദ്ദം വരിക. സമ്മർദ്ദം വരുമ്പോൾ പ്രഷറോട് കൂടിയുള്ള വിജയം, പോരാട്ടത്തോട് കൂടിയുള്ള വിജയമൊക്കെയാണ് നടക്കുക. പ്രഷർ നോർമലായിട്ട് വരും. 1ഉം 5ഉം 9ഉം കർക്കിടക രാശിക്കാർക്ക് 5ലേക്കും 7ലേക്കും 9ലേക്കും ഗുരുവിൻ്റെ ദൃഷ്ടിയും വരും. അത് 9 എന്ന് പറയുന്നത് ശനി നിന്ന് ഭാഗ്യം കേട്ട് ബുദ്ധിമുട്ടായി നിൽക്കുക. കർക്കിടക രാശിക്കാർ പ്രധാനമായിട്ടും കഴിഞ്ഞ 3 വർഷം വളരെയധികം അഷ്ടമശനിയുടെ ദോഷങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവരും കൂടിയാണ്. ശരിക്കും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ്. അത് പക്ഷേ ഗുരുമാറ്റത്തോടു കൂടി അത് റിക്കവർ ചെയ്യാനുള്ള സമയം കൂടി തുടങ്ങും.
ശരിക്കും പറഞ്ഞാൽ ആ ദോഷ സമയത്ത് നിന്ന് കർക്കിടക രാശിക്കാർ ശരിക്കും വിഡ്രോ ചെയ്ത് വരുന്ന ഒരു പുതിയ സമയമാണ് ജൂൺ 2-ന് ശേഷമുള്ള വ്യാഴമാറ്റം. കാര്യം 5-ാം ഭാവം അഭീഷ്ടങ്ങൾ നടക്കും, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടത്താൻ പറ്റുക, ഇഷ്ടപ്പെട്ട മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുക, സന്താനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് പ്രതികരിച്ച് മുന്നോട്ട് പോകാനും തയ്യാറാവുക, ഭീഷ്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്, നല്ല ദൈവചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതെല്ലാം കർക്കിടക രാശിക്കാരുടെ ഫലങ്ങളാണ്. കർക്കിടക രാശിക്കാർ പൊതുവെ സമ്മർദ്ദം ഉണ്ടാവുന്ന ഒരു ഭാഗത്തുണ്ടെങ്കിലും ഒരുപാട് ശുഭഫലങ്ങൾ. 7-ാം ഭാവം, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുതിയൊരു കാര്യത്തിന് തേടി പോവുകയാണ്, ആ കാര്യത്തിൽ നമുക്ക് 10 പേരെ കാണേണ്ടി വരികയാണെങ്കിൽ അത് വിജയത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ആ 10 പേരോട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് വരാൻ പോകുക. നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു സമയം, നമുക്ക് ധൈര്യപൂർവ്വം അത് പറയാനും അവതരിപ്പിക്കാനും അതിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അവസ്ഥയിൽ അവതരിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല സമയമാണ്. അതുപോലെ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ, ബഹളങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒരു നല്ല രീതിയിൽ മാറിപ്പോകുന്ന ഒരു നല്ല സമയമാണ് കർക്കിടക രാശിക്കാർക്ക്. കാര്യം കർക്കിടക രാശിക്കാർക്ക് 7-ലേക്ക് മകരത്തിലേക്കുള്ള ഗുരുദശി വളരെ നല്ല രീതിയിൽ തന്നെ ഫലതരും. 7-ാം ഭാവത്തിന് ശുഭത്വം, അതാണ് നമ്മളെ പാർട്ട്ണർമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർമാരുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർന്ന് നമ്മൾ ബിസിനസ് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. കാര്യം എന്താണ്, 9-ലേക്കും ഗുരുദൃഷ്ടിയുണ്ട്, ഭാഗ്യം വർദ്ധിക്കുന്നുണ്ട്, ദൈവാധീനം വർദ്ധിക്കുന്നുണ്ട്, ആത്മീയത വർദ്ധിക്കുന്നുണ്ട്, ക്ഷേത്ര ദർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യം, പിതൃസ്വത്ത് നമുക്ക് കൈവന്ന് ചേരുന്നുണ്ട്. പിതൃസ്വത്ത് മാത്രമല്ല, ഗവൺമെൻറ് അധികാരത്തിൽ അല്ലെങ്കിൽ പാസ്സാവാതെ ഇരിക്കുന്ന ബില്ലുകൾ, ചില ജോലിക്കാരുണ്ടാവും, കോൺട്രാക്ടർമാർ, അങ്ങനെയുള്ളവർക്കൊക്കെ പാസ്സാവാതെ കിടക്കുന്ന ബില്ലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പാസ്സാവാൻ പറ്റുന്ന ഭാഗ്യം വയത്തിലൂടെ, അതായത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി പാസ്സാക്കി കിട്ടാൻ പറ്റുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. കാര്യം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പാസ്സാവാത്ത ബില്ലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പാസ്സാക്കി അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ നേടാൻ പറ്റുന്നൊരു സമയം വരികയാണ്. അപ്പോൾ പൊതുവേ കർക്കിടക രാശിക്കാർക്ക് മാനസിക പ്രഷറും സമ്മർദ്ദം ഉണ്ടെങ്കിലും വിജയിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ്. കേതുവിൻ്റെ ഒരു മാറ്റം വ്യാഴത്തിനോട് ചേരും കുറച്ച് കഴിഞ്ഞാൽ പൊതുവെ ഒരു മാനസിക പ്രഷർ പൊതുവെ ലഗ്നത്തിൽ ഗുരു വരുമ്പോൾ ഉണ്ടാവും. കാര്യം നമുക്ക് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം വരാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ടെൻഷൻ തരും. അതാണ് പ്രധാനമായിട്ട് സംഭവിക്കുക. പക്ഷേ എന്നിരുന്നാലും ഒരു 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള ഗുരുവിൻ്റെ സ്ഥിതി, 9-ൽ ഭാഗ്യത്തിന് കെടുത്തി നിന്നിരുന്ന ശനി ആ ദോഷങ്ങളൊക്കെ മറിച്ച് ശരിക്കും പറഞ്ഞാൽ അനുകൂല സ്ഥിതിയിലേക്ക് ശനിയെ ഗുരു നോക്കുമ്പോൾ തീരുന്നതാണ്. 8-ലെ രാഹു ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ തരാമെങ്കിലും രാഹുവിൻ്റെ ഒരു മാറ്റമുണ്ട്. പക്ഷേ രാഹുവിൻ്റെ ഒരു ചെറിയ ഒരു സ്ഥിതി അവിടെ അഷ്ടമത്തിലുള്ളത് ചെറിയ തടസ്സങ്ങൾ. പക്ഷേ ഗുരുവിൻ്റെ ഒരു ദൃഷ്ടി വളരെ ശക്തമായി വരുന്നതുകൊണ്ട് ഈ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും, ചെറിയ പ്രഷർ, ഡിപ്രഷൻ, അത് പ്രധാനമായിട്ട് പ്രഷർ ഉണ്ടാക്കാൻ ഈ രാഹുവും ഒരു സ്ഥിതിയാണ്. കാര്യം 8-ലെ രാഹു നമുക്ക് ലഗ്നത്തിലൊരു പ്രഷർ, ഒരു ചെറിയ സ്ട്രെസ്സ് തരും. നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന അത്ര പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഇത് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള അങ്ങനെയുള്ളൊരു തോട്ടും തിങ്കിങ്ങും ഒക്കെ വരികയും ചെയ്യും. പക്ഷെ പരമാവധി വിജയിക്കാൻ പറ്റുന്ന നല്ല ദശാപഹാരങ്ങളും നല്ല ഒരവസ്ഥയും ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന, ഇത് ഗോചര ഫലമാണ്, 40%. അത് മറ്റ് 2 ഫലങ്ങളും അനുകൂലമാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റി വിജയിക്കാൻ പറ്റുന്ന കർക്കിടക രാശിക്കാരുടെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്.